കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് മോശ ദൈവസന്നിധിയിൽ പറയുന്ന എക്സ്ക്യൂസുകളെ പറ്റിയിട്ടാണ്. ഇന്ന് പകലും നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മോശ പറയുന്ന മൂന്നാമത്തെ എക്സ്ക്യൂസ്. ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായിട്ട് ദൈവം മോശയെ വിളിക്കുമ്പോൾ മൂന്നാമത്തെ എക്സ്ക്യൂസ് പറയുന്നു. പുറപ്പാട് 4:1 ഇങ്ങനെ വായിക്കുന്നു. അതിന് മോശ, അവരെന്നെ വിശ്വസിക്കാതെ എൻ്റെ വാക്ക് കേൾക്കാതെ യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു. അതെ, ഒരു പക്ഷേ എന്നെ അവർ വിശ്വസിക്കാതിരുന്നാലും എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാലും, അതെ ദൈവം പ്രത്യക്ഷനായിട്ടില്ലെന്ന് അവർ പറഞ്ഞാലോ എന്ന് ദൈവത്തോട് അതെ എക്സ്ക്യൂസ് പറയുകയാണ് മോശ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, മോശയ്ക്ക് ഇവിടെ വിശ്വാസ്യത ഇല്ലായ്മയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ പറ്റിയിട്ടുള്ള വിശ്വാസ്യത ഇല്ലായ്മ നമ്മളിൽ പലർക്കുമില്ലേ ഈ വിഷയം? യേശുവപ്പനുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ട് അതെ ഒരു കാൽച്ചുവട് പോലും വെക്കാതെ വിശ്വാസത്തിൻ്റെ വചനം കേട്ടിട്ട് ദൈവം നമ്മളോട് പേഴ്സണലി സംസാരിച്ചിട്ടും പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചിട്ടും വചനത്തിൽ കൂടി ദൈവം അരുളി ചെയ്തിട്ടും വിശ്വാസത്തോടെ ഒരു കാൽച്ചുവട് പോലും വെക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നവരുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് ആലോചന അറിയിക്കുന്നു. മുന്നോട്ട് പോയാട്ടെ. കർത്താവ് വഴിയിലിട്ടയച്ചു പോകുന്ന ദൈവമല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. വിശ്വസിച്ചാട്ടെ. ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചിരിക്കാം, എൻ്റെ ദൂത് ആരെങ്കിലും ശ്രവിക്കുമോ? എൻ്റെ മെസ്സേജ് ആരെങ്കിലും കൈക്കൊള്ളുവോ? എന്നെ ആരെങ്കിലും കൈക്കൊള്ളുവോ? ഇന്ന് പകലിൽ അതെ ആ സംശയം നിർത്തിയാട്ടെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പനാണ് നിങ്ങളുടെ കരം പിടിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊന്ന് ചെയ്യാനുള്ളത് എന്താ? നിങ്ങൾ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കണം. ബാക്കി കാര്യം എൻ്റെ സ്വർഗത്തിന് ദൈവം ചെയ്യും. ഇവിടെ മോശയോട് ദൈവം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? 3 അത്ഭുതം കാണിച്ചു. 3 അത്ഭുതം. അദ്ദേഹത്തിൻ്റെ വടി സർപ്പമായി മാറി. മോശയുടെ വടി സർപ്പമായി മാറി. അതെ, മാറിടത്തിലേക്ക് അദ്ദേഹം കൈയിടാൻ ദൈവം പറയുന്നു. കൈയിട്ടപ്പോൾ കൈ കുഷ്ഠമുള്ളതായി തീർന്നു. ഒരിക്കൽ കൂടി മാറിടത്തിലേക്ക് കൈയിട്ടപ്പോൾ അത് നോർമലായി. അതെ, പിന്നെയും കർത്താവ് പറയുന്നുണ്ട്, നീ നൈൽ നദിയിൽ നിന്ന് വെള്ളം കോരി കരക്കൊഴിക്കുക, അത് രക്തമായി മാറും. 3 അത്ഭുതത്തെ പറ്റിയിട്ട് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. 3 അത്ഭുതമാണ് ദൈവം കാണിച്ചു കൊടുക്കുന്നത് മോശയ്ക്ക്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാമെങ്കിൽ, കർത്താവ് പറയുന്ന കേട്ട് ഒരു സ്റ്റെപ്പ് വെക്കാമെങ്കിൽ നിങ്ങളുടെ കരത്തിൽ കൂടി അസാധാരണമായ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നിങ്ങളുടെ കരത്തിൽ കൂടി ഈ കാലഘട്ടത്തിലും സംഭവിക്കും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കാമോ? ഇന്ന് പകലിൽ വിശ്വാസത്തോടൊരു സ്റ്റെപ്പ് വെച്ചാട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളിൽ കൂടി അത്ഭുതം ചെയ്തിരിക്കും. മറുത്തു നിൽക്കാതെ ദയവായി മുമ്പോട്ട് പോയാട്ടെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, വഴിയിലിട്ടേച്ചു പോകാത്ത ദൈവം നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മുന്നോട്ടൊരു കാൽച്ചുവട് വെക്കുക എന്നുള്ളത്. ദൈവ ശബ്ദം കേട്ട് മുന്നോട്ട് കാൽച്ചുവട് വെച്ചാട്ടെ. അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുന്നു. വീര്യപ്രവർത്തികൾ നിങ്ങളുടെ കരത്തിൽ കൂടി സംഭവിക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ദൈവ ശബ്ദം കേട്ടിട്ട് ഒരു കാൽച്ചുവട് പോലും വെക്കാതിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ അവിശ്വാസത്തെ ഇന്ന് പകലിൽ പുറത്താക്കിയാട്ടെ. എൻ്റെ കർത്താവ്, വിശ്വാസത്തോടെ ഒന്ന് കാൽ വെക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിട്ട് നന്ദി. വിശ്വാസത്തോടെ അവർ ഇന്ന് പകലിൽ കാൽ വെക്കുന്ന പിതാവേ, കർത്താവരോട് കൂടെ നടക്കുന്നതിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ അവരുടെ കരത്തിൽ കൂടി സംഭവിക്കട്ടെ. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനമോത്വം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.